IB ഉദ്യോഗസ്ഥയുടെ മരണമല്ല, ആത്മഹത്യയാണ്. ട്രെയിന് മുമ്പിൽ ചാടി ആ പെൺകുട്ടി ജീവനൊടുക്കി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. ഈ സുഗാന്ത് എന്ന് പറയുന്നവൻ, സുഗാന്ത് സുരേഷ്, IB ഉദ്യോഗസ്ഥനാണ്. ഇവർ തമ്മിൽ വലിയ ഇഷ്ടത്തിലായിരുന്നു. ഇവർ തമ്മിൽ ഇഷ്ടമെന്ന് പറഞ്ഞാൽ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ട്, ഇവന് ഇഷ്ടമെന്നുള്ളതല്ല. കാരണം ഇയാൾക്ക് രണ്ടിലധികം സ്ത്രീകളുമായിട്ട് ഒരേ സമയം ശാരീരിക ബന്ധം പോലും ഉണ്ടായിരുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഇപ്പം വന്നിട്ടുണ്ട്. കാരണം അതിനുള്ള എവിഡൻസ് ഇവർ പോലീസ് കളക്ട് ചെയ്തത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഈ പെൺകുട്ടി എങ്ങനെ ആത്മഹത്യ ചെയ്യാനിടയായി എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നം. 64 ദിവസമായി ഈ സംഭവം ഉണ്ടായിട്ട്. ഈ 64 ദിവസവും ആയിട്ട് ഇവൻ ഒളിവിലായിരുന്നു. അപ്പോൾ നമ്മുടെ പോലീസിൻ്റെ കഴിവൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. കഴിവില്ലാത്തത് കൊണ്ടല്ല പോലീസിന്. കാരണം ഇവനെ IBയിലെ ഒരു ഉദ്യോഗസ്ഥനാണല്ലോ, IB ഓഫീസറാണ്. അവിടുന്ന് വന്നു കഴിഞ്ഞപ്പോൾ, അതായത് ബാക്കി IB ഓഫീസറായിട്ടിരിക്കുമ്പോൾ അവന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് വളരെ അടുപ്പമുണ്ട്, ഒരുപാട് പേരുമായിട്ട്. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് കൂടുതൽ പറയാതെ അറിയാം. ഇത് എല്ലാം മുൻകൂർ ജാമ്യമൊക്കെ എടുത്ത് റെഡിയായി കിട്ടുന്നെങ്കിൽ ഇനി വെളി വരാം എന്ന് വിചാരിച്ചു. മുൻകൂർ ജാമ്യത്തിന് മൂവ് ചെയ്തതാണ് അതിനകത്ത് രസകരമായ കാര്യം എന്ന് പറയുന്നത്. അതിൽ ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഈ പെൺകുട്ടിയുടെ അവൻ കല്യാണം കഴിക്കാൻ തയ്യാറ്, പക്ഷേ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെതിരായിരുന്നു. ഒരിക്കലും അനാവശ്യം പറയുന്നത്. ഒരു കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള ഇടയുണ്ടാക്കിയിട്ട് പറയുകയാണ് ഈ വൃത്തികേട്. എന്നിട്ട് ഇപ്പം അവൾ ആത്മഹത്യ ചെയ്തതിൻ്റെ ദുഃഖത്തിലാണ് അവനെന്ന്. ഭയങ്കര ദുഃഖമാണ്. അതിനു മുമ്പ് മൊബൈൽ ഫോണിൽ അങ്ങോട്ട് വിളിച്ച് ചോദിച്ചതൊക്കെ ഇപ്പം വെളി വന്നിട്ടുണ്ട്. ഇവനെ, നീ എപ്പോഴാണ് മരിക്കുന്നത്? ഇതാണ് അവൻ ചോദിക്കുന്നത്. എപ്പോഴാണ് മരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എനിക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാമെന്ന്. വേറെ ഒരുത്തിയെ കല്യാണം കഴിക്കണവന്. അതാ കാര്യം. ഇതിന് വിവാഹ വാഗ്ദാനമൊക്കെ കൊടുത്ത് ഇത് ശാരീരിക ബന്ധമൊക്കെ ഇതുമായിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഈ പെൺകുട്ടി ഗർഭിണിയായപ്പം അത് അബോർട്ട് ചെയ്യണം അവന്. അതിനെ വളരെ നിർബന്ധിച്ച് മിസ്കാരേജ് നടത്തണം. ഗർഭം അലസിപ്പിക്കണം. അങ്ങനെ ഇവനെ ഇത് എന്താണെന്നറിയോ, കാരണം ഇവന് ബാധ്യതയൊന്നും വരരുതല്ലോ. കാരണം ഇവൻ്റെ കുട്ടിയാണെന്ന് എന്നായാലും തെളിയും DNA എക്സാമിനേഷൻ നടത്തിയാൽ. അപ്പോൾ അതിനെ ഒരുപാട് നിർബന്ധിച്ച് അവസാനം സമ്മതിപ്പിച്ചപ്പോൾ എന്താ, ഹോസ്പിറ്റലുകാർ ഇത് ചെയ്തു കൊടുക്കണമെങ്കിൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണ് അറിയണം, എന്നാലേ അത് അവർ ചെയ്യുള്ളൂ. അതിനൊരു വിവാഹ ക്ഷണക്കത്തവൻ അടിച്ചു പുതിയായിട്ട്. എന്ത് വൃത്തികെട്ടവനാന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഒരു വിവാഹ ക്ഷണക്കത്ത അടിച്ച് അത് ഹാജരാക്കിയാണ് ഈ ഗർഭം അലസിപ്പിച്ചത്. ഇങ്ങനെ പോയി മിസ്കാരേജ് നടത്തി. ഈ പെൺകുട്ടി എന്ന് പറയുന്ന ഒരു വിഡ്ഢിയ, അല്ലെങ്കിൽ ഇങ്ങനെ വരുമോ? അതൊരിക്കലും IB ഓഫീസറായിരിക്കാൻ യോഗ്യതയായിട്ട് ഞാൻ കാണുന്നില്ല അതിനെ. കാരണം അതിനുള്ള മാനസിക ബലം അതിനില്ല. അല്ലെങ്കിൽ ഇതുപോലൊരു വൃത്തികെട്ട ഒരു തെണ്ടി പറയുന്നത് കേട്ടോണ്ട് ആത്മഹത്യ ചെയ്യുമോ? നീ എപ്പോഴാണ് മരിക്കുന്നത്? വിളിച്ച് ചോദിക്കുന്നതാണ്. അതിപ്പോഴും നീ ഡേറ്റ് പറ, ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ ഡേറ്റ് പറയാവന്. മാത്രം ഈ പെൺകുട്ടിയുടെ ശമ്പളം മുഴുവൻ അവൻ്റെ അക്കൗണ്ടിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതെല്ലാം വാങ്ങിച്ചെടുക്കുകയാണ്. വാങ്ങിച്ചെടുത്തിട്ട് ഈ വിടൻ അവൻ മറ്റ് സ്ത്രീകളുമായിട്ട് നടക്കുകയാണ്. ഇതാണ് അവൻ ചെയ്തുകൊണ്ടിരുന്ന പണി. ഏതായാലും ശരി, ഇപ്പോൾ അത് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽ ഇതെല്ലാം പെട്ടു. വളരെ വൃത്തിയുള്ളൊരു ഓർഡറോടുകൂടി അത് ശ്രീ ജസ്റ്റിസ് ബെച്ചുകുര്യൻ തോമസ് അത് എഴുതി വെച്ചു. ആ ഓർഡർ എഴുതി ഇവൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി ഇവനിഞ്ഞ് വെളി വന്നു. ഇവനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന ആരൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഇത് അറിയാൻ വയ്യാത്തൊന്നുമല്ലല്ലോ. അതിന് പോലീസ് പറയുന്ന ഭാഷ എന്താണെന്നറിയോ? ഇവൻ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. മൊബൈൽ ഫോണൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് പോലീസ് ഇല്ലായിരുന്നു, ഇവിടെ അന്വേഷണം ഇല്ലായിരുന്നു. ഇപ്പം മൊബൈൽ ഫോണും മൊബൈൽ ടവറും മാത്രം ഉണ്ടെങ്കിലേ ഇവർക്ക് അന്വേഷിക്കാൻ ഒക്കുന്നുള്ളതായി പോലീസിന് കേസ് അന്വേഷിക്കാൻ. പണ്ട് ഈ മൊബൈൽ ടവറും ഇല്ല, മൊബൈൽ ഫോണും ഒന്നും ഇല്ല ഇരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ പോലീസ് നല്ല പേരെടുത്തതാണ്, കേരള പോലീസ്. അതിനെക്കുറിച്ച് വേണം നിങ്ങളൊക്കെ ആലോചിക്കാൻ. മാത്രമല്ല, പിന്നെ അടുത്തത്, അവൻ പണമൊന്നും ATM കാർഡ് ഇട്ട് എടുത്തിട്ടില്ല. ATM പണം എടുത്തിട്ടില്ല എന്ന് കാർഡ് ഇട്ട്. ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലേ ഇവർക്ക് ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ പറ്റുള്ളൂ. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണോ? അത് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫാണ്. ഇനി മൊബൈൽ ഫോൺ ഓണാക്കിയാലേ പറ്റൂ. ഇപ്പോൾ ആ രീതിയായി കേസ് അന്വേഷണം. അല്ലാതെ ഈ നേരെ പോയി ഇത് ബുദ്ധിപരമായിട്ട് കണ്ടുപിടിക്കുന്നതും ഒന്നും ഉള്ള പരിപാടിയൊന്നും ഇല്ല. ഇനി അത് മാത്രമല്ല, ഇതിപ്പോൾ ഇതിനകത്ത്
ഈ 64 ദിവസം കൊണ്ട് ഈ പോലീസിന്, നമ്മുടെ കേരള പോലീസിന് ഇത് അന്വേഷിച്ചെടുക്കാൻ വയ്യാത്തതോ ഇവൻ എവിടെ നിന്നുണ്ടെന്ന് അന്വേഷിക്കാൻ വയ്യാത്തതോ ഒന്നും അല്ല. പക്ഷേ അതങ്ങ് വേണ്ടെന്ന് വെച്ചു. ഇതാ കാര്യം. കാരണം ഇത് നോക്കിയപ്പോൾ എന്താ, അത് അവന് പിടിപാടുള്ളവനാണ്, അവനെങ്ങനെയെങ്കിലും മുൻകൂർ ജാമ്യം കിട്ടുമെങ്കിൽ അത് നടക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ കോടതി പറഞ്ഞു ശക്തമായ തെളിവുകൾ ഇതിനെതിരെ ഉണ്ടെന്നാണ് കോടതി പറഞ്ഞത്. അപ്പം ഇത് ഏതായാലും ശരി, ഇത്രയും ഈ വൃത്തികേടൊക്കെ ആ പെൺകുട്ടിയോട് കാണിച്ചുകൊണ്ടുണ്ടല്ലോ, എങ്ങനായാലും അവന് അത് ശിക്ഷ കിട്ടണം. കാര്യം ഇത് ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത് എന്ന് പറയുന്നത് വാട്സാപ്പ് സന്ദേശം, മെസ്സേജാണ്. നീ എപ്പോഴാണ് മരിക്കുന്നതെന്ന് ചോദിക്കുന്നതാണ്. നമ്മൾ വിളിക്കുമ്പോഴെല്ലാം ഈ പെൺകുട്ടി ആ സമയത്തും ചോദിച്ചു, ഇതാണ് അവസാനം സംസാരിക്കുന്നത്. അവൻ വേറെ പെണ്ണ് കെട്ടണമെന്ന്, കല്യാണം കഴിക്കണം. ഒരു കുഴപ്പമില്ല. ഇതുപോലുള്ള വൃത്തികെട്ടവന്മാർ നടക്കുകയാണ്. ഈ പെൺകുട്ടികൾ ഈയാമ്പാറ്റ പോലെ ഇങ്ങനെയുള്ളവന്മാരുടെ ആ വലയിൽ വീഴുക എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയുള്ളൂ. കാണാൻ നല്ലൊരു കുട്ടിയാണ് ആയിരുന്നു അത് കേട്ടോ. അത് ഒരാവശ്യവുമില്ല. യഥാർത്ഥത്തിൽ യവനെ ആ കുട്ടിയെ കിട്ടാൻ യാതൊരു യോഗ്യതയുള്ളവനല്ല. അങ്ങനെയുള്ള ഒരുത്തനാണ് ഇതിന് ഈ ചതിവെല്ലാം ചെയ്തത്. മാത്രം ഇതിൻ്റെ പണം മുഴുവൻ വാങ്ങിയെടുക്കുകയാണെന്ന്. അവൻ്റെ അക്കൗണ്ടിലേക്കാണ് ഇതിൻ്റെ ശമ്പളം പോകുന്നത്, ഇതിൻ്റെ വീട്ടിലേക്കല്ല. ഇതിന് ആഹാരം പോലും കഴിക്കാൻ പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നത് അവിടെ ഇതിൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് വെളിവായിട്ടുണ്ട്. ഹോസ്റ്റൽ മേറ്റ്സ് അവർ പറഞ്ഞ എന്താ പറയുക, ചിലപ്പം അവർ വെളിയിൽ പോകുമ്പം ഞാൻ വരുന്നില്ല, ആഹാരം കഴിക്കാൻ പോകുന്നതാണ്, ഞാൻ വരുന്നില്ല. അവർ അന്നേരം ഇതിന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് കൊടുക്കും, പാഴ്സൽ ആഹാരം. അത് വാങ്ങിച്ച് കഴിക്കും. കാരണം ഇതിൻ്റെ പണമില്ല. ഈ പണം മുഴുവൻ അവൻ്റെ കയ്യിലാണ്. യവൻ വല്ലപ്പോഴും വല്ലതും കൊടുക്കും. ഇത് എന്തിനീ പെൺകുട്ടി ഇങ്ങനെ ചെയ്തു, ഇതുപോലൊരു അടിമയായിട്ട് മാറി എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ IB ഉദ്യോഗസ്ഥയായിട്ടിരിക്കാൻ അത് യോഗ്യമല്ല. കാരണം ഇത്രത്തോളം മനോബലമില്ലാത്ത ഒരു പെണ്ണ് യവൻ ചോദിച്ചപ്പോൾ ഈ പണം മുഴുവൻ കൊടുക്കുക. എന്തിന്? യവനെന്തോ കാണാൻ കാണിക്കുമോ ഇതുപോലുള്ള ഒരുത്തേ? അതിന് എത്രയോ നല്ല കല്യാണം ആ കുട്ടിക്ക് കിട്ടിയാനെ. അതെല്ലാം കളഞ്ഞിട്ട് ഇതേപോലെ ഒരു വൃത്തികെട്ടവനോടൊപ്പം അത് നടന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഡിസ്ക്വാളിഫിക്കേഷൻ ആയിട്ട് ഞാൻ കാണുന്നത്. ഇതിന് മനസ്സിലായില്ലേ യവൻ ഇത്രയും വൃത്തികെട്ടവനാണെന്ന്? മനസ്സിലായി കഴിഞ്ഞ് ഇതും കഴിഞ്ഞിട്ട് ശേഷം അത് അബോർഷനും അത് ഗർഭിണിയായി, അതിന് അബോർഷനും നടത്തി, ഇതെല്ലാം പോയി. ആ പെൺകുട്ടിക്ക് ഇതിൽ കൂടുതൽ ഒരു മാനഹാനി ഉണ്ടാവാൻ എന്തെങ്കിലും ഉണ്ടോ? അവസാനം എന്താ, നീ എപ്പോഴാണ് മരിക്കുന്ന എങ്ങനെയെങ്കിലും ഈ പെണ്ണ് മരിക്കണം, മരിച്ചാലേ ഇവൻ അടുത്ത കല്യാണം കഴിക്കാൻ ഒക്കത്തുള്ളൂ. അതാണ് അവൻ പറയുന്നത്. ഇപ്പം ഇതെല്ലാം വെളി വന്നിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ വെളിയിൽ വരാനുണ്ട്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഓൺലി ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് എന്നാണ്. അതായത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇനി ഒരുപാട് അന്വേഷിച്ചെടുക്കണമെന്നാണ്. പക്ഷേ ഇത് പോലീസ് ഇനി ഒരുപാട് അന്വേഷിച്ചെടുക്കുമെന്നൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം ഇവനെ രക്ഷപ്പെടുത്താൻ ഏതെങ്കിലും വിധത്തിൽ പോലീസ് ശ്രമിക്കും. അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ 64 ദിവസം ഇത്രയും വലിയ ഹീനേഴ്സായിട്ടുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതിന് ശേഷം അവനെ ഇവിടെ ഒളിവിൽ താമസിക്കാൻ പറ്റിയത് എറണാകുളത്ത്. അതാണ് ആലോചിക്കേണ്ടത്. എറണാകുളത്ത് തന്നെ 2 പ്രാവശ്യം അവിടുന്ന് ശംഖുമുഖം പോലീസ് അങ്ങാണ്ട് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് പോയി. തീർന്ന്, അവരുടെ ജോലി തീർന്ന്, അതേ ഉള്ളൂ. ഏതായാലും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. അറസ്റ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് വന്നിട്ടുണ്ട്, പോലീസ് കീഴടങ്ങി. ഇനിയിപ്പോൾ യമനെ ശരിയായ രീതിയിൽ അവനെ കസ്റ്റഡി വാങ്ങിച്ച് ക്വസ്റ്റ്യൻ ചെയ്യണം, നന്നായിട്ട് ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്ത് ഇതിൻ്റെ തെളിവുകൾ മുഴുവൻ ശേഖരിക്കണം. ഈ മരിച്ചുപോയ പെൺകുട്ടിയുടെ ആത്മാവിനെങ്കിലും നിത്യശാന്തി കിട്ടണമെങ്കിൽ ഇവൻ ശിക്ഷിക്കപ്പെടണം, ഗംഭീരമായിട്ട് നന്നായിട്ട് ശിക്ഷിക്കപ്പെടണം. ആ ഒരു മനസ്സോടുകൂടിയാണ് ഹൈക്കോടതിയുടെ ആ ഉത്തരവ് വന്നേക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഏതായാലും ആ ഉത്തരവിന് ഞാൻ അങ്ങേയറ്റം ആ ഉത്തരവിനെ സ്വീകരിക്കുകയാണ്. വളരെ വളരെ നല്ല ഒരു ഓർഡറാണ് കിട്ടിയത്. ഇല്ലെങ്കിൽ ഈ കേസ് ഇനി തെളിയത്തില്ലായിരുന്നു, ഒന്നും ആവത്തില്ലായിരുന്നു. ഇവന് ജാമ്യം കൊടുത്തിരുന്നെങ്കിൽ. അതേതായാലും കിട്ടിയില്ല, അവൻ കീഴടങ്ങാനിടയായി. ഇനി അന്വേഷണം നന്നായിട്ട്, ഇനിയെങ്കിലും പോലീസ് ഒരു കാര്യം ചെയ്യണം. ഈ പെൺകുട്ടിക്കുണ്ടല്ലോ, അതിന് നീതി കിട്ടണം. അത് നിങ്ങളുടെ ബാധ്യതയാണ്, ശരിയായി ഇത് അന്വേഷിക്കുക എന്നുള്ളത്.